ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചിക്കൻ പാർട്സ് വെച്ച് വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളും, ലിവറും പിന്നെ അതിൻ്റെ ഭാഗങ്ങളെല്ലാം കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിലും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിതാ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ അധികം മൺചട്ടിയിലാണ് കേട്ടോ ഇതുപോലത്തെ എല്ലാം കുക്ക് ചെയ്തെടുക്കൽ, ഒന്നും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാൻ നോക്കണം. എന്നിട്ട് ഇത് അതിലേക്കൊരു 15 ചെറിയുള്ളി കനം കുറച്ച് സ്ലൈസ് ചെയ്തതാണ്. അപ്പോൾ ചെറിയുള്ളിക്ക് പകരം 2 വലിയ സവോളയും എടുക്കാം കേട്ടോ, പക്ഷേ ഈ ചെറിയുള്ളിയാണ് ഒന്നും കൂടെ ടേസ്റ്റ്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് എരിവിനാവശ്യമായിട്ടൊരു 3 പച്ചമുളകാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ മുളക് നല്ല എരിവുള്ള മുളകാണ്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഇതിലോട്ട് കുരുമുളക് പൊടി ചേർക്കുന്നതാണ്. ഇതിലോട്ടൊരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് നല്ല ജീരകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചിക്കൻ പാർട്സാണ് കേട്ടോ. അപ്പോൾ ഒരു 3/4 കിലോ ചിക്കൻ പാർട്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ്റെ പാർട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അല്പം സുർക്കയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വെച്ച് നല്ലവണ്ണം കഴുകിയതാണ്. അതിൻ്റെ മണമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഈ സുർക്കയും മഞ്ഞൾപ്പൊടിയിലും കുറച്ച് സമയം ഇട്ട് കൊടുത്ത് നല്ലവണ്ണം കഴുകിയെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്കിട്ട് ഒരു 10 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മൺചട്ടി അത് കാരണം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഈ മൺചട്ടി അതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഞാനപ്പോൾ ഈ ഒരു ഗ്രേവിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ഒന്നും കൂടെ വറ്റിച്ചിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.